എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച നിഫ്റ്റി വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്ന അപ്പിലോട്ട് അപ്പിൽ തന്നെയായിരുന്നു ഓപ്പണിങ്. അതിനുശേഷം കുറച്ച് ഡൗണിലോട്ട് വന്നെങ്കിലും മൈനസിലോട്ട് പോയില്ല. പിന്നെ വൺ സൈഡ് മാർക്കറ്റ് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു. ആ മൂവ്മെൻറ്റിന് കാരണം മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് NDA ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വരുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് വന്നതാണ്. അപ്പോൾ അടുത്ത മൺഡേയിലും നല്ലൊരു ഓപ്പണിംഗ് അപ്പായിരിക്കും. അതിനുശേഷം ചിലപ്പോൾ സെല്ലിങ് വരാൻ തന്നെയാണ് ചാൻസ്. ഓപ്പണിങ്ങിൽ പക്ഷേ നല്ല രീതിയിൽ അപ്പായിരിക്കും മാർക്കറ്റ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഡേ വൈസ് നോക്കുമ്പോൾ നമ്മൾ പറയാറുള്ളൊരു റെസിസ്റ്റൻസ് ലെവലിലോട്ട് വരാറായി ഷെയർ ഈ 24,400 റേഞ്ചിലോട്ടൊക്കെ ചിലപ്പോൾ വരാം ഇപ്പോഴത്തെ ആ മൂവ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ നല്ല ചാൻസ് കിട്ടുന്ന ഷെയർസിനകത്തു നിന്നൊക്കെ എക്സിറ്റ് അടിക്കുക തൽക്കാലത്തേന്. തിരിച്ച് വീണ്ടും മാർക്കറ്റ് ഇറങ്ങാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. ഒരു 24,400 24,700 റേഞ്ചിൽ നിന്ന് വീണ്ടും തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലും ഇതൊരു നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ 49,600. ഇപ്പം നാളെ ഹൈ ഓപ്പണിംഗ് വന്നാൽ എനിക്ക് തോന്നുന്നത് മാക്സിമം ഈ റേഞ്ചിലോട്ടായിരിക്കും, 52,500 റേഞ്ചിലോട്ടായിരിക്കാം വരാൻ പോകുന്നത്. നാളെ ആയിരിക്കത്തില്ല, ചിലപ്പോൾ 1-2 ദിവസം ഉണ്ടൊക്കെ ആ റേഞ്ചിലോട്ടൊക്കെ വരാം. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഫ്രൈഡേയിൽ. അപ്പോൾ നാളെ ഓപ്പണിങ്ങിൽ അതുപോലെ തന്നെ ഹൈ ഓപ്പണിങ് വന്നിട്ട് പിന്നെ ചിലപ്പോൾ ഒന്നീ സൈഡ് വൈസ് അല്ലെങ്കിൽ കുറച്ച് ഇറങ്ങുകയോ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ സ്ക്രീനെ കാണുന്നത്. ഇത്രയും ഷെയർ, ഇതിനകത്ത് നല്ല ചാൻസുകൾ കുറേ ഷെയർ വന്നു. കീരി ഇൻഡസ്ട്രീസ്, ആർത്തമീസ് മെഡിക്കല്, പിന്നെ പെൻ ഇൻഡസ്ട്രീസ്, ക്രോസ്, ബ്ലിസ് GVS എന്ന് പറയുന്ന ഷെയർ, ജാഷ് എഞ്ചിനീയറിങ്, എല്ലാത്തിനകത്തും നല്ല ചാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഷെയർ നമുക്ക് നോക്കാം. ഇപ്പോൾ കീരി ഇൻഡസ്ട്രീസ് നോക്കാം. കീരി ഇൻഡസ്ട്രീസ് ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ്ങിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് കുറച്ച് താഴോട്ട് വന്നതിന് ശേഷം നേരെ കയറിപ്പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് R1 പോയില്ല. R1ൻ്റെ താഴോട്ട് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ 597-96 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ 567 വരെ വരുന്നുണ്ട്. 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റിൽ തരുന്നുണ്ട്. അതുപോലെ ജാഷ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ R1-നടുത്ത് ഓപ്പണായി, R1 കട്ട് ചെയ്ത് മുകളിൽ പോയി, R2 കട്ട് ചെയ്തു. അതിന് ശേഷം ഇവിടെ നോക്കിയറിയാം ജാഷ് എഞ്ചിനീയറിംഗ് ഇവിടെ ഒരു പ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്. R2 കട്ട് ചെയ്തായിട്ട് നമ്മളിവിടെ എൻട്രി എടുത്ത 621 എന്നത് 618, 3 രൂപ തരുന്നുള്ളൂ. പക്ഷേങ്കിൽ തിരിച്ച് വീണ്ടും കയറി ഹൈ അടിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു 622 ഒരു എൻട്രി എടുത്താൽ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് പോവും, ഒരു 6 രൂപയുടെ സ്റ്റോപ്പ് ലോസ് പോവും. പക്ഷേങ്കിൽ അന്നേരം ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഷെയർ വന്നിട്ട് വീണ്ടും തിരിച്ച് അടുത്ത ലെവലിൽ പോകുന്നതെന്ന് നോക്കണം. ഇത് R2 ആണ്, R3യിലോട്ട് പോകുന്നതെന്ന് നോക്കണം. R3 പോയില്ല, തിരിച്ച് വീണ്ടും R2-ന് താഴോട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വീണ്ടും എൻട്രി എടുക്കുക. 621, 22 റേഞ്ച് എടുക്കുക. 632-ൻ്റെ സ്റ്റോപ്പ്, 10 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഇടുക. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്തിടുക. ഇപ്പം നമ്മളിവിടെ നോക്കി നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, 6 രൂപയുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. ഇവിടെ നമ്മളൊരു വീണ്ടും രണ്ടാമതൊരു എൻട്രി എടുത്താൽ 621, പിന്നെ വൺ സൈഡ് മൂവ്മെൻ്റാണ് താഴോട്ട്. നോക്കി 585, ഏകദേശം 36-37 രൂപ നല്ല ഹ്യൂജ് പ്രോഫിറ്റ്. ഈ 6 രൂപ ഇവിടെ 6 രൂപ ലോസ് എടുത്ത ആൾ തീർച്ചയായിട്ടും അത് കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ കവർ ചെയ്ത് വരുവാണെങ്കിൽ തന്നെ ഇപ്പം 621 എൻട്രി എടുത്ത 600 റേഞ്ച് പോലും ഈസിയായിട്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ 585 വരെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷം നമുക്ക് ചാൻസ് വന്ന ക്രോസ് എന്ന് പറയുന്ന ഷെയർ. ക്രോസ് ഒരു അപ്പ് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ 229 എൻട്രി എടുത്താൽ ആ ഷെയർ
224 വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈസിയായിട്ട് 5 രൂപ 6 രൂപ ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം തിരിച്ച് വീണ്ടും വന്ന് ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് മുമ്പേ പറഞ്ഞ പോലെ, ജാഷി പറഞ്ഞ പോലെ അടുത്ത ലെവലിലോട്ട് പോകുന്നോ നോക്കണം. പോയില്ല. തിരിച്ചെന്തോ ചെയ്തു, തിരിച്ച് പഴയ ലെവൽ R1 താഴോട്ട് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക. 229 എൻട്രി എടുത്തു. നമ്മൾ 232 സ്റ്റോപ്പ് ലോസ് ഇട്ടു. 3 രൂപയുടെ സ്റ്റോപ്പ് ലോസ്. ഇവിടുന്ന് ആ ഷെയർ പോയ പോക്കുണ്ടോ, വൺ സൈഡ് 229 219 ലാസ്റ്റിലോട്ടായപ്പോൾ 215 വരെ 15 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് അത് ഷെയർ തരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഷെയർസിനകത്ത് ഇതുപോലെ മൂവ്മെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെങ്കിൽ നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു 10-15 ഷെയർ സെലക്ട് ചെയ്യും. ആ 15 ഷെയറിൽ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തൊട്ട് അതിങ്ങനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ടോപ്പിൽ ഏതൊക്കെ ഷെയർ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 2-3 ഷെയർ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ലെവലുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ആ ലെവല് പ്രീവിയസ് ഡേ ഹൈ R1 R2 R3 ഏത് ലെവലിൻ്റെ മുകളിൽ പോയിട്ടാണോ ഫസ്റ്റ് റിവേഴ്സ് അടിക്കുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കും. ഇപ്പോൾ R1 മുകളിൽ പോയതിന് ശേഷം R1 താഴെ വരുമ്പോഴേ എൻട്രി എടുക്കും. നേരെ മുകളിലോട്ട് പോകുമ്പോൾ R1 അവിടെ കൊണ്ട് സെല്ലിങ് ഇടരുത്. R1 കട്ട് ചെയ്ത് മുകളിൽ കയറിയതിന് ശേഷം തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. R1 മുകളിൽ പോയിട്ട് R1 താഴോട്ട് വരുന്നില്ല, R2 മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ R2 മുകളിൽ പോയിട്ട് തിരിച്ച് R2 താഴെ ഇറങ്ങുമ്പം എൻട്രി എടുക്കണം. അപ്പോൾ അത് ഇച്ചിരി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് ആ വീഡിയോ ഉണ്ട്. ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ വീഡിയോ ഉണ്ട്. CPR വെച്ചിട്ടുള്ള ലെവലുകൾ വെച്ചിട്ടുള്ള ഷോർട്ട് സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് കാണുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അന്നിപ്പോൾ ഞാൻ ആ പറയുന്ന വീഡിയോ കാണുക, ഡിസ്ക്രിപ്ഷനുള്ള വീഡിയോ കാണുക. അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ ട്രേഡ് എടുത്ത് നമുക്കൊരു കോൺഫിഡൻസ് എപ്പോൾ കിട്ടുന്നു അപ്പോൾ മാത്രമേ നോർമൽ രീതിയിലുള്ള ട്രേഡിങ് ചെയ്യാവൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചാൽ ഞാൻ വാട്സപ്പിൽ അതിൻ്റെ മെസ്സേജ് ഇടുന്നതായിരിക്കും. അതൊന്നും ഒരു പ്രോബ്ലം ഉള്ള കാര്യമല്ല. എൻ്റെ ഫ്രണ്ട്സിനോട് ആര് ചോദിച്ചാലും ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഇച്ചിരി താമസിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളത്തേന് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ 11 ഷെയർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നാളെ മിക്കവാറും എല്ലാ ഷെയറും ഹൈ ഓപ്പണിംഗ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് R1 R2 റേഞ്ചിൽ നിന്നൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റ് ഏകദേശം നിഫ്റ്റി 500 ചില്ലുവാനും പോയിൻ്റ് കയറി, 600 പോയിൻ്റ് കയറിയിട്ട് പോലും നമ്മളെടുത്ത 3/4 ഷെയറുകളും മൈനസിലായിരുന്നു. ഒരു 3/4 പങ്ക് ഷെയറും മൈനസിലായിരുന്നു. അതുപോലെ തന്നെ നാളെ ഇത് ഹൈ ഓപ്പണിംഗ് വന്ന ഇതിനകത്ത് ഇപ്പോൾ 11 ഷെയർ എടുത്ത ഒരു 4-5 ഷെയറെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ക്ഷമയോടെ നോക്കിയിരുന്ന ലെവലുകൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം ചാൻസ് എടുത്താൽ നമുക്ക് നല്ല ചാൻസുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. നാളെ സുവൻ ഫാർമ ഓപ്പണിങ്ങിൽ ഇന്ന് നാളത്തെ മാർക്കറ്റ് ട്രെൻഡ് വെച്ചിട്ടാണ് ഹൈ ഓപ്പണിംഗ് നല്ല രീതിയിൽ വരും. R2 R3 വന്നിട്ട് ഇറങ്ങാനാണ് ചാൻസ് ഉണ്ട്. R3 കിട്ടിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R4 കിട്ടിയാലും വളരെ നല്ലതായിരിക്കും. ഈ ലെവലുകളിൽ നിന്നൊക്കെ ഏത് ലെവൽ ഇപ്പം 1307 വന്നിട്ട് ഇറങ്ങുന്നുണ്ടാലും എൻട്രി എടുക്കും. പക്ഷേ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ലോറസ് ലാബ് R1 R2 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. വിജയ എന്ന് പറയുന്ന ഷെയർ ഹൈ ഈ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ഹൈയുടെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. 10-15 രൂപ ഈസിയായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഷോഫ ഡെവലപ്പേഴ്സ് അതും അപ്പ് മൂവ്മെൻറ്റ് വന്നിട്ട് R1 ഓപ്പണിങ്ങിൽ ഒരു ഹൈ മൂവ്മെൻറ്റം കിട്ടി ആ ഷെയർ R1 വന്ന് ഇറങ്ങുന്നതുകൊണ്ട് നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ഹൈയെന്ന് കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം, പക്ഷേ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. ജാക്സൺ ഫാർമയും പ്രീവിയസ് ഡേ ഹൈ എന്നോ R1 റേഞ്ചിൽ നിന്നോ ചാൻസ് നമുക്ക് എടുക്കാം. കിട്ടുവാണെങ്കിൽ R1 കിട്ടിയിട്ട് വരുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. MRPLനകത്തും R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. R1 നിന്ന് കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ഒരു ഹൈ അടിച്ചിട്ട് ഇറങ്ങുക 2-3 രൂപയൊക്കെ കിട്ടുമ്പോൾ ബുക്ക് ചെയ്ത് മാറും. സ്വാൻ എനർജി R1 റേഞ്ചിൽ പോയിട്ട് ഓപ്പണിങ്ങിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സുപ്രിയ എന്ന് പറയുന്ന ഷെയറും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്നോ R1 റേഞ്ചിൽ നിന്നോ ചാൻസ് കിട്ടാം, നല്ല ചാൻസ് കിട്ടാം. പ്രാജ് ഇൻഡസ്ട്രീസ് പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. രത്നവീർ എന്ന് പറയുന്ന ഷെയർ R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. ഇതിനകത്ത് വോളിയം ഉണ്ട്, കുഴപ്പമില്ല. റെയ്മണ്ട്
റെയ്മണ്ട് ഓപ്പണിങ്ങിൽ ഈ പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വൺ സൈഡ് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഷെയറുകളേ ഉള്ളൂ. നാളത്തേന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം അസെൻഡിങ് ഓപ്പണിങ്ങിൽ നല്ല മൂവ്മെൻറ്റുള്ള ഷെയർ എടുക്കുക. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. R1 വരുന്ന ഇപ്പം 1772 നമ്മളിങ്ങനെ ഓർഡർ ഇവിടെ ഒരിക്കലും ഇട്ട് വെക്കരുത്. 1770 നമുക്കറിയത്തില്ല ഏത് റേഞ്ചിൽ പോയിട്ടാണ് ഇത് ഇറങ്ങുന്നത്. ഇപ്പോൾ 1772 നമ്മൾ ഇട്ട് വെച്ചു, നമ്മുടെ സെല്ലായി. അതിനുശേഷം നേരെ വൺ സൈഡ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ നമുക്ക് ഹെവി ലോസ് ആയിപ്പോൾ. ഇത് 1780 85 അല്ല 1800 പോയിട്ടാണെങ്കിൽ പോലും 1800 പോയിട്ട് 1772 വരുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അത്രയും ഹൈയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഈ റേഞ്ച് വന്നിട്ട് തിരിച്ചൊരു ബൗൺസ് എവിടെ വരണം. ചിലപ്പോൾ ഇത് 1772 വന്നിട്ട് ഒരു 1780 85 റേഞ്ചിൽ മുകളിലോട്ട് കയറുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വേണേൽ സെല്ല് ചെയ്യാം. അത് പക്ഷേ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ ആ റേഞ്ച് പോയിട്ട് തിരിച്ച് വീണ്ടും ഈ റേഞ്ച് കട്ട് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. എന്തായാലും സൂക്ഷിക്കുക. നമ്മൾ പറയുന്ന രീതി മാത്രം ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.